ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ് RPM, പേജ് നമ്പർ 136. അപ്പോൾ ഈ RPM അല്ലെങ്കിൽ നമ്മൾ പ്രൈസ് സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്രൈസിങ് മെത്തേഡൊക്കെ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട തന്നെയുള്ളതാണ് ഈ റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is the practice in which the manufacturer and distributors of a product sell that product at certain prices at or above a price floor or at or below a price ceiling. അതായത് ഇവിടെ ഈ റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ് അല്ലെങ്കിൽ RPM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു മാനുഫാക്ചർ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ഒരു വില നിശ്ചയിക്കുകയാണ്. ഒരു എന്താ പറയുക, ഒരു റേഞ്ച്, വില എന്ന് പറയാൻ പറ്റില്ല, കറക്റ്റായിട്ടൊരു വിലയല്ല, ഒരു റേഞ്ച്, ഒരു അപ്പർ ഫ്ലോറും ഒരു ലോവർ ഫ്ലോറും. അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് സെയിൽ നടത്താവുള്ളൂ എന്നുള്ള റീസെയിലേഴ്സുമായിട്ടുള്ളൊരു പ്രൈസ് ഫിക്സേഷനെയാണ് റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഇഫ് എ ഡിസ്ട്രിബ്യൂട്ടർ റീസെല്ലർ refuses to maintain these resale prices, the manufacturer may discontinue his dealings with that distributor. അപ്പം ഈ പറഞ്ഞേക്കുന്ന പ്രൈസ് റേഞ്ചിനുള്ളിൽ നിൽക്കാതെ അദ്ദേഹം വിൽപ്പന നടത്തുകയാണെങ്കിൽ, ആ പ്രോഡക്റ്റ് വിൽപ്പന നടത്തുകയാണെങ്കിൽ, അത് ഒരു റീസെയിലറുമായിട്ട് ഒരു കോൺട്രാക്റ്റ് കട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. In RPM, the manufacturer sets a minimum and maximum price for the resale of his product, and the distributor or reseller have to strictly follow the resale price terms set by the manufacturer. റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ് ഈസ് ഓൾസോ നോൺ ആസ് വെർട്ടിക്കൽ പ്രൈസ് ഫിക്സിങ്. അപ്പോൾ വെർട്ടിക്കൽ പ്രൈസ് ഫിക്സിങ് എന്നൊക്കെ പറയും. കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റിന് നമ്മൾ ഉണ്ടാക്കുന്ന കഴിഞ്ഞാൽ ഒരാൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റിന് ആ ഉണ്ടാക്കുന്ന ആൾ ഒരു പ്രൈസ് റേഞ്ച് നിശ്ചയിക്കുകയാണ്. ഒരു ഇത്ര റേഞ്ചിനുള്ളിൽ, ഇപ്പോൾ 10 തൊട്ട് 15 വരെയെന്നോ അല്ലെങ്കിൽ 15 തൊട്ട് 20 വരെയെന്നോ ഇങ്ങനെ ഒരു പ്രൈസ് റേഞ്ച് നിശ്ചയിച്ചതിന് ശേഷം ഈ റേഞ്ചിനുള്ളിലാണ് ഈ പ്രോഡക്റ്റ് വിൽക്കാവെന്ന് റീസെല്ലറിനോട് നമ്മൾ പറയുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു അവർക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുന്ന എമൗണ്ടിനെയാണ് റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. The resale price maintenance is necessary to avoid unauthorized price changes such as underpricing and overpricing by the dealers of product. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു പ്രൈസ് മെയിൻ്റനൻസ് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ തീരെ ലോ പ്രൈസിൽ പ്രൊഡ്യൂസറിൻ്റെ മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഈ പ്രോഡക്റ്റ് റീസെയിലേഴ്സോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സോ ഒരു ഹൈ പ്രൈസിൽ, ഓവർ പ്രൈസിൽ വിൽക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ തീരെ ലോ പ്രൈസിൽ വിൽക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഓവർ പ്രൈസിങ്, അണ്ടർ പ്രൈസിങ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രൈസ് മെയിൻ്റനൻസ് ഒരു ടൈം എടുത്തിരിക്കുന്നത്. ദ മാനുഫാക്ചർ ക്യാൻ എക്സർസൈസ് കൺട്രോൾ ഓവർ ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ത്രൂ റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ്. അപ്പോൾ ഇങ്ങനെ വരുമ്പം മാനുഫാക്ചർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് തന്നെ അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റ് മേലെ ഒരു പ്രൈസ് കൺട്രോൾ കിട്ടുന്നുണ്ട്. Through RPM, manufacturer maintain a uniform retail selling price of their product. They can fix and insist on certain prices below which goods should not be resold by a reseller. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഈ ഒരു പ്രൈസ് നിശ്ചയിച്ചിട്ടുള്ളിൽ, ഈ റേഞ്ചിനുള്ളിൽ താഴത്തേക്ക് പ്രൈസ് പ്രോഡക്റ്റ് വിൽക്കാനായിട്ടോ അല്ലെങ്കിൽ ഇത്ര റേഞ്ചിന് മുകളിലോട്ട് പ്രോഡക്റ്റ് വിൽക്കാനായിട്ടോ റീസെല്ലർക്ക് കഴിയത്തില്ല. കംപ്ലീറ്റ് പ്രൈസിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് ഈ പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും. ഇൻ ഇന്ത്യ, റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ് ഹാസ് ടു കംപ്ലൈ വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദി കോമ്പറ്റീഷൻ ആക്ട് 2002. 2002 കോമ്പറ്റീഷൻ ആക്റ്റും പ്രകാരമാണ് ഈ ഒരു പ്രൈസ് മെയിൻ്റനൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. RPM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റിന് പ്രൊഡ്യൂസർ അല്ല മാനുഫാക്ചർ തന്നെ ഒരു പ്രൈസ് റേഞ്ച് നിശ്ചയിച്ചതിന് ശേഷം ഈ റേഞ്ചിനുള്ളിൽ റീസെല്ലറിനോട് പ്രൈസ് വിൽക്കണം എന്നുള്ളൊരു പ്രൈസ് മെയിൻ്റനൻസ് കൊണ്ടുവരുന്നതാണ് റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, എന്തിനു വേണ്ടിയിട്ടാണ് റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ്? ടു എൻഷുർ ഫെയർ പ്രൈസിങ് ഫോർ എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിന് ഫെയർ ആയിട്ടുള്ള പ്രൈസ് തന്നെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അണ്ടർ പ്രൈസോ ഓവർ പ്രൈസോ റീസെയിലറോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറോ ചാർജ് ചെയ്യുന്നില്ലെന്ന് ഉറപ്പ് വരുത്താനായിട്ട്. ടു അവോയ്ഡ് അൺഓതറൈസ്ഡ് പ്രൈസ് ചേഞ്ചസ് ബൈ ദ റീസെല്ലർ. ഇപ്പോൾ പറഞ്ഞ പോയിന്റ് തന്നെ, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പ്രൈസ് ചേഞ്ചസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടു മെയിൻറ്റെയിൻ പ്രൈസ് സ്റ്റെബിലിറ്റി ആൻഡ് ചേഞ്ചസ് ഇൻ പ്രൈസ് ആർ റെസ്ട്രിക്റ്റഡ് ടു അലൗഡ് പ്രൈസ് റേഞ്ച് സച്ച് ആസ് ദ പ്രൈസ് ഫ്ലോർ ആൻഡ് പ്രൈസ് സീലിംഗ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രൈസ് സീലിങ്ങിനും പ്രൈസ് ഫ്ലോറിനും ഉള്ളിൽ നിന്ന് പ്രൈസ് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനുള്ളിൽ നിന്നൊരു പ്രൈസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് റീസെയിൽ പ്രൈസ് മെയിൻ്റെനൻസ് സഹായിക്കുന്നു. ടു എക്സർസൈസ് കൺട്രോൾ ഓവർ ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ബൈ ദ മാനുഫാക്ചർക്ക് തന്നെ അദ്ദേഹം ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളുടെ വിലയിലൊരു കൺട്രോൾ കിട്ടുന്നു. ടു അവോയ്ഡ് അൺഫെയർ ട്രേഡിംഗ് ഓഫ് ദി പ്രോഡക്റ്റ് ഇൻ എ മാർക്കറ്റ് ആൻഡ് ഇൻഷുർ സ്റ്റാൻഡർഡൈസേഷൻ ഇൻ ദ പ്രോഡക്റ്റ് ഡീലിംഗ് ഇൻ എ മാർക്കറ്റ്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് അൺഫെയർ ട്രേഡിങ്, മാർക്കറ്റിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള അൺഫെയർ ആയിട്ടോ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് സെയിൽ നടത്താതിരിക്കാൻ വേണ്ടി തടയാനായിട്ടും സ്റ്റാൻഡർഡൈസേഷൻ, പ്രോഡക്റ്റിനെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരാനായിട്ടും റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഏതൊക്കെ രീതിയിലുള്ള റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ് ഉണ്ട്? 2 രീതിയിലുള്ളതാണുള്ളത്. കളക്റ്റീവ് റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസും അതുപോലെ തന്നെ
ഇൻഡിവിജ്വൽ റീസെയിൽ പ്രൈസ് മെയിൻ്റെനൻസും. കളക്റ്റീവ് റീസെയിൽ പ്രൈസ് മെയിൻ്റെനൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ദിസ് ടൈപ്പ് ഓഫ് റീസെയിൽ പ്രൈസ് മെയിൻ്റെനൻസ് ദ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ഓഫ് എ സെയിം പ്രോഡക്റ്റ് അറൈവ് അറ്റ് ആൻ എഗ്രിമെൻറ്റ് റിഗാർഡിംഗ് ഇറ്റ്സ് റീസെയിൽ പ്രൈസ് ആൻഡ് ഒഫീഷ്യലി ഇൻഫോം ദ സെയിം ടു ദ ഡീലേഴ്സ്. ദേ വിൽ ഓൾസോ ഇമ്പോസ് പെനാൽറ്റി ടു എനി ട്രേഡർ ഹു റെഡ്യൂസസ് ദ പ്രൈസ്. അപ്പോൾ കളക്റ്റീവ് ഒത്തൊരുമിച്ച്, അതായത് ഒരേ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പല ബ്രാൻഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരേ ഇനം പ്രോഡക്റ്റുകൾ, സിമിലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും കൂടി ഒത്തുചേർന്ന് അവരുടെ പ്രോഡക്റ്റുകൾക്ക്, സിമിലർ പ്രോഡക്റ്റുകൾക്ക് ഒരേ റേഞ്ച് നിശ്ചയിക്കുന്നതിനെയാണ് കളക്റ്റീവ് റീസെയിൽ പ്രൈസ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. അപ്പം റീസെയിലേഴ്സ് ഈ പറഞ്ഞിരിക്കുന്ന ഈ കളക്റ്റീവായിട്ടുള്ള ബ്രാൻഡ്സ്, ആ ബ്രാൻഡുകൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രൈസ് സീലിങ്ങിലോ പ്രൈസ് അപ്പർ പ്രൈസിലോ ലോവർ പ്രൈസിന് ഉള്ളിൽ തന്നെ വിൽക്കേണ്ടതാണ്, അതിന് പുറത്തേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. ഇനി ഇൻഡിവിജ്വൽ റീസെയിൽ പ്രൈസ് മെയിൻ്റെനൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ദിസ് ടൈപ്പ് ഓഫ് റീസെയിൽ പ്രൈസ് മെയിൻ്റെനൻസ് ദർ ഇസ് നോ കളക്റ്റീവ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ മാനുഫാക്ചർ റിഗാർഡിംഗ് റീസെയിൽ പ്രൈസ് മെയിൻ്റെനൻസ്. ഹിയർ ആൻ ഇൻഡിവിജ്വൽ മാനുഫാക്ചർ സ്പെസിഫൈസ് ദ മിനിമം ഓർ ഫിക്സഡ് പ്രൈസ് അറ്റ് വിച്ച് ഹിസ് പ്രോഡക്റ്റ് ഹാസ് ടു ബി സോൾഡ് ഇൻ ദ മാർക്കറ്റ്. അപ്പം ഇൻഡിവിജ്വൽ റീസെയിൽ പ്രൈസ് മെയിൻ്റെനൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഓരോ മാനുഫാക്ചററും അവരുടെ പ്രോഡക്റ്റിന് പ്രൈസ് മെയിൻ്റെനൻസ് അല്ലെങ്കിൽ പ്രൈസ് സീലിംഗ് നിശ്ചയിക്കുന്നതിനെയാണ് ഇൻഡിവിജ്വൽ റീസെയിൽ പ്രൈസ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. കളക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമിലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് പ്രൈസ് സീലിംഗ് ഫിക്സ് ചെയ്യുന്നു. ഇൻഡിവിജ്വൽ റീസെയിൽ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മാനുഫാക്ചർ ഇൻഡിവിജ്വലായിട്ട് തന്നെ അവരുടെ പ്രോഡക്റ്റിന് റീസെയിൽ പ്രൈസ് നിശ്ചയിക്കുന്നതാണ് ഇൻഡിവിജ്വൽ റീസെയിൽ പ്രൈസ് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്? ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ യുണീക്ക് ഇമേജ് ഫോർ എ പ്രോഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ ഒരു യുണീക്ക് ഇമേജ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു. പ്രൈസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ അൺഹെൽത്തി കോമ്പറ്റീഷനൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഫെയർ പ്രൈസ്, ഒരു പ്രോഡക്റ്റിന് ഫെയർ പ്രൈസ് മാർക്കറ്റിൽ ഉണ്ടാകുന്നു. അതായത് കൺസ്യൂമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ, റീസെയിലേഴ്സ് ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ ഒരു ഫെയർ ആയിട്ടൊരു സ്റ്റേബിൾ പ്രൈസ് കൊണ്ടുവരാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇറ്റ് അവോയ്ഡ് അൺഓതറൈസ്ഡ് പ്രൈസ് ചേഞ്ചസ് ബൈ ദ റീസെയിലേഴ്സ് ആൻഡ് പ്രൊമോട്ടേഴ്സ് ഫെയർ ട്രേഡ് പ്രാക്ടീസസ്. അപ്പം റീസെയിലേഴ്സും പ്രൊമോട്ടേഴ്സും അൺഓതറൈസ്ഡ് ആയിട്ട് പ്രൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് തടയാനായിട്ടും ഈ റീസെയിൽ പ്രൈസ് മെയിൻ്റെനൻസ് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞിട്ടുണ്ട്. മാനുഫാക്ചർ മേ സെറ്റ് എ ഹൈ പ്രൈസ് ആൻഡ് ഇൻസിസ്റ്റ് എ ഡിസ്ട്രിബ്യൂട്ടർ ടു ഫോളോ ദാറ്റ് പ്രൈസ്. മാനുഫാക്ചർ ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ പ്രോഡക്റ്റിന് ഹൈ പ്രൈസ് ചാർജ് ചെയ്യാനും റീസെയിലറോടോ ഡിസ്ട്രിബ്യൂട്ടറോടോ ഈ പ്രൈസിൽ തന്നെ പ്രോഡക്റ്റ് വിൽക്കണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യാനോ ഉള്ളൊരു ചാൻസ് ഉണ്ട്. ഇറ്റ് മേ റെഡ്യൂസ് ദ സ്കോപ്പ് ഓഫ് ഹെൽത്തി കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ്. ഇൻസിസ്റ്റിംഗ് ഓൺ സർട്ടൺ പ്രൈസ് ഫോർ ദ സെയിൽ ഓഫ് എ പ്രോഡക്റ്റ് മേ നോട്ട് ബി ഓൾവേസ് കൺസ്യൂമർ ഫ്രണ്ട്ലി. അപ്പോൾ ഇതൊരു കൺസ്യൂമർ ഫ്രണ്ട്ലി ആയിരിക്കണമെന്നില്ല, ഒരു പക്ഷേ കൺസ്യൂമറിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് ആയിരിക്കത്തില്ല ഒരു പക്ഷേ മാനുഫാക്ചറർ ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഹെൽത്തി കോമ്പറ്റീഷൻ അവിടെ ഉണ്ടാകുന്നില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ലിമിറ്റ്സ് ദ പ്രിവിലേജ് ദ റീസെല്ലർ ടു അഡ്ജസ്റ്റ് പ്രൈസസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ മാർക്കറ്റ് കണ്ടീഷൻ ആൻഡ് ഹി സ്റ്റോക്ക് ലെവൽ. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു സ്റ്റോക്ക് ലെവൽ, ചിലപ്പം സ്റ്റോക്ക് കുറവുള്ള സമയത്ത് ഒരു പക്ഷേ റീസെയിലർ ഇച്ചിരി പ്രൈസ് കൂട്ടി വിൽക്കാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടീഷൻസ് അനുസരിച്ച് ആൾക്കാരുടെ കയ്യിൽ ഒരുപാട് പൈസ ഉള്ള സമയമാണ്, അങ്ങനെയുള്ള സമയത്ത് ചിലപ്പോൾ റീസെയിലർക്ക് പ്രൈസ് കൂടുതൽ വിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് റീസെയിലർക്ക് മാർക്കറ്റ് എൻവയോൺമെൻറ്റിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് ഇത് പറ്റുന്നില്ല. കാരണം എന്താ, പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും പ്രൈസ് നിശ്ചയിക്കുന്നത്. In the case of collective resale price maintenance, the RPM agreement to the manufacturer may form a monopoly price in the market which is harmful to the interest of the consumers. അടുത്ത് പറഞ്ഞിരിക്കുന്നത് പ്രൈസിലെ മോണോപോളി പവർ കിട്ടുന്നത് പ്രൊഡ്യൂസർക്കായിരിക്കും. റീസെയിലർക്ക് കൺസ്യൂമേഴ്സായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള റീസെയിലേഴ്സിന് പ്രൈസിലൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ കൺസ്യൂമേഴ്സിന് ആ ഒരു ഇൻട്രസ്റ്റ് പോകും, ഒരു പ്രോഡക്റ്റിൽ ഇൻട്രസ്റ്റ് പോവുകയോ അല്ലെങ്കിൽ ഇങ്ങനെ അൺഫെയർ ആയിട്ട് മാനുഫാക്ചർ തന്നെ പ്രൈസ് കൂട്ടുമ്പം കൺസ്യൂമേഴ്സിന് ആ പ്രോഡക്റ്റിനോടൊരു ഡിമാൻഡ് കുറവായിരിക്കും. ഫിഫ്ത്ത് വൺ, ദ സ്കോപ്പ് ഓഫ് RPM may limit to the profit motive of the manufacturer without giving due attention to the needs and interest of the resellers and ultimate consumers. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ പ്രോഫിറ്റ് ഒരുപാട് പ്രൈസൊക്കെ കൂട്ടിയിട്ട് വേണം ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്നുള്ളൊരു തോന്നൽ മാനുഫാക്ചർക്ക് വരുവാണെങ്കിൽ അദ്ദേഹം ഒരുപാട് പ്രൈസ് കൂട്ടിയിടാനും അതുവഴി ശരിക്കും പറഞ്ഞാൽ കൺസ്യൂമേഴ്സിനെയും റീസെല്ലേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാനുള്ളൊരു ചാൻസും കൂടി RPM കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെറിയൊരു പോർഷനായിട്ട് പറഞ്ഞേക്കുന്നുള്ളൂ. എന്തായാലും റീസെയിൽ പ്രൈസ് മെയിൻ്റെനൻസ് എന്താണെന്നും എന്താണ് എൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നിങ്ങളൊന്ന് ഓർത്തിരുന്നേക്കണം. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു 3rd മൊഡ്യൂൾ തീർന്നു. അടുത്ത ലാസ്റ്റ് ഒരു മൊഡ്യൂളും കൂടി 2 മൊഡ്യൂളുണ്ട്. അതിൽ നമ്മുടെ മാർക്കറ്റിംഗ് മിക്സിലെ ലാസ്റ്റ് പി ആയിട്ടുള്ള ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ പ്ലേസ് മിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് മൊഡ്യൂൾ 4 വരുന്നത്. പിന്നെ മൊഡ്യൂൾ 5 എന്ന് പറയുന്ന ഒരു ചെറിയൊരു
മൊഡ്യൂളാണ്. അതിനകത്ത് കൂടുതലായിട്ട് ന്യൂ ടേംസാണ്, മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ന്യൂ ടേംസും അതുപോലെ ന്യൂ ട്രെൻഡ്സൊക്കെയാണ് വന്നത്. അതൊരു ഈസി ആയിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സെൽഫ് ലേണിംഗ് മൊഡ്യൂളായിട്ടാണ് എല്ലാ പ്രാവശ്യവും കൊടുക്കുന്നത്. ഈ തവണ ടൈം കിട്ടുന്നതനുസരിച്ച് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മിക്സ് എന്താണെന്നും കൂടി നമുക്ക് ഇനി പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. സോ ആ മൊഡ്യൂൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുക. ഇന്നിപ്പോൾ ഒരു 10 മിനിറ്റ്സോളം ഞാൻ ആ ഒരു ലാസ്റ്റ് ചെറിയൊരു പോർഷൻ കിടന്ന് പഠിപ്പിക്കാനായിട്ടാണ് എടുത്തത്. മൊഡ്യൂൾ 4 നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.